ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന വാഴക്കൂമ്പ് ചെറുപയർ തോരനാണ് ചെയ്യുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ വാഴക്കൂമ്പിൻ്റെ ഓരോ ഇതളുകളും എടുത്ത് മാറ്റുന്നുണ്ട്. പുറത്ത് ആദ്യത്തെ 3-4 ഇതളുകൾ എടുത്ത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര കയ്പ്പായിരിക്കും കറി വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം മാറ്റിയിട്ട് വെള്ള കാണുന്നവരെയുള്ള എല്ലാ ഇതളുകളും എടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് അരിഞ്ഞു തുടങ്ങാം. ഇതിന് വേണ്ടി ചെറുപയറും കൂടി ഞാൻ ഇടുന്നുണ്ട്. അതിന് ഞാൻ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മളിത് വാഴക്കൂമ്പ് അരിഞ്ഞ് തീരുമ്പോഴത്തേന് ഇതൊന്ന് കുതിർന്ന് കിട്ടും. പിന്നീട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് ഈ വാഴക്കൂമ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ അതിൽ വെച്ച് വേണമെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിന് മുമ്പേ കയ്യിൽ ഇച്ചിരി എണ്ണ തേക്കണം, അല്ലെങ്കിൽ കറ പെട്ടെന്ന് കൈ മൊത്തവും പറ്റിയിരിക്കും. നമുക്ക് നന്നായിട്ട് കൊത്തി അരിയാം. ഇതിന് കയർപ്പുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മോരും വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് തടച്ച് വെച്ചിട്ട് പിന്നീട് നമുക്കിത് വേവിച്ചെടുത്താൽ കയർപ്പ് ഒട്ടും തന്നെ ഉണ്ടാകത്തില്ല. ഇത് അരിഞ്ഞ് തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ അവസാനം കാണുന്ന ഈ ചെറിയ തുണ്ട് അതങ്ങ് കളയും നമ്മൾ, അല്ലെങ്കിൽ അതിനും ഭയങ്കര കയ്പ്പായിരിക്കും. അടുത്തായിട്ടൊരു പാൻ ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിടാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളക്, 1/4 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇടുന്നുണ്ട്. ഇതൊന്ന് മൂക്കാൻ വേണ്ടി 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില, ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, 1 കപ്പോളം സവാള എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. സവാള ഒന്ന് മൂത്ത് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പും കൂടെ ചേർക്കാം. വാഴക്കൂമ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. ഒരു 1 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഇത് രണ്ടും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ചെറിയ തീയിൽ തന്നെ ഇട്ട് വെച്ചേക്കണം. ഇത് ചെറിയ തീയിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതൊന്ന് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കാം. നമുക്കിതിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്,
ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. ഈ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കൂമ്പിലേക്ക് ഇട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ തന്നെ ഇട്ട് മിക്സ് ആവട്ടെ. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ കുതിരാൻ വെച്ചിരിക്കുന്ന ചെറുപയർ ചേർക്കാം. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെച്ച് ഇത് വേവിക്കാം. ഒരു 5 മിനിറ്റും കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് വെന്തതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ വാഴക്കൂമ്പ് തോരനകത്തേക്ക് നമുക്കിത് ഈ ചെറുപയറും കൂടി തട്ടിയിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചെറുപയറിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഞാനിപ്പം എടുത്തിരിക്കുന്ന മുഴുവൻ ചെറുപയറും ഇടുന്നുണ്ട്. ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, ബാക്കി മാറ്റാം. ഇത് ചെറിയ തീയിൽ തന്നെ 2 മിനിറ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.